നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. മിഷൻ 10th പ്രിലിംസിന്റെ അടുത്ത ക്ലാസ് ആണ്. ഇതുവരെയുള്ള ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് കറണ്ട് അഫയേഴ്സ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും തുടർന്ന് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷ അടുപ്പിച്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ സയൻസിന്റെ ഒക്കെ ക്ലാസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ ലൈക്കും കൂടെ ഒന്ന് ചെയ്തിട്ട് പോവാ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കറണ്ട് അഫയേഴ്സിന്റെ ഒക്കെ PDF ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഒക്കെ എടുക്കാവുന്നതാണ്. 2025 PSC ചോദിച്ച 10th പ്രിലിംസിന്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? AV കുട്ടിമാളു അമ്മയാണ്. അപ്പൊ മലബാറിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു AV കുട്ടിമാളു അമ്മ എന്ന് ഓർക്കുക. വിദേശ വസ്ത്ര ബഹിഷ്കരണം, നിയമലംഘന പ്രസ്ഥാനം എന്നിവയിൽ പങ്കെടുത്ത് മലബാറിൽ വലിയ രീതിയിലുള്ള ജനവികാരം ഉണർത്താൻ ആർക്ക് സാധിച്ചു? AV കുട്ടിമാളു അമ്മയ്ക്ക് സാധിച്ചു. PSC ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കോഴിക്കോട് വെച്ച് തന്റെ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി ജയിൽവാസം അനുഷ്ഠിച്ച ധീര വനിതയാണ് ആര്? കുട്ടിമാളു അമ്മ. അപ്പോ കുട്ടിയെയും കയ്യിലേന്തി എന്നോർത്താൽ മതി. 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി ജയിൽവാസം അനുഷ്ഠിച്ച ധീര വനിതയാണ് AV കുട്ടിമാളു അമ്മ. സ്ഥിരം ചോദ്യമാണ്. കൂടാതെ 1936 മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ്. 1937 46 മദ്രാസ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വനിത. കൂടാതെ മാതൃഭൂമി ഡയറക്ടർ ബോർഡ് അംഗമായും ഒക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. AV കുട്ടിമാളു അമ്മയുടെ ഭർത്താവ് ആരാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന K. മാധവൻ നായർ. മാധവൻ നായർ ആയിരുന്നു AV കുട്ടിമാളു അമ്മയുടെ ഭർത്താവ്. മറ്റു ഓപ്ഷനിലേക്ക് പോയാൽ തന്നിരിക്കുന്ന ബാക്കി 2 ഓപ്ഷൻ, ആനി മസ്ക്രീൻ, അക്കാമ ചെറിയാൻ, ഇവർ 2 പേരും തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. AV കുട്ടിമാളു അമ്മ മലബാറുമായി ബന്ധപ്പെട്ടെങ്കിൽ ആനി മസ്ക്രീനും അക്കാമ ചെറിയാനും തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. അപ്പൊ ആനി മസ്ക്രീനെ കുറിച്ച് എന്തൊക്കെ ചോദിക്കാറുണ്ട്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യകാല വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു ആനി മസ്ക്രീൻ. കൂടാതെ ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതയാണ് ആനി മസ്ക്രീൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ, അതായത് 1951-52 കാലഘട്ടത്തിലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭയിലേക്ക് എത്തിയ ആദ്യ മലയാളി വനിത കൂടിയാണ് ആനി മസ്ക്രീൻ. അടുത്തത്, അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അക്കാമ ചെറിയാനെയാണ്. 1938 തിരുവിതാംകൂർ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക്, അതായത് കവടിയാർ കൊട്ടാരത്തിലേക്ക് ദിവാൻ CP രാമസ്വാമി അയ്യരുടെ നിരോധനാജ്ഞ ലംഘിച്ച് നടത്തിയ രാജധാനി മാർച്ച്, ജനകീയ ജാഥയാണ് നയിച്ചത് ആരാണ്? അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരെന്താ? ജീവിതം ഒരു സമരം എന്നതാണ് അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേര്. അപ്പൊ മലബാർ വിഭാഗം ചോദിച്ചാൽ ഉത്തരം AV കുട്ടിമാളു അമ്മ. തിരുവിതാംകൂർ ആയിരുന്നെങ്കിൽ ആനി മസ്ക്രീനും അക്കാമ ചെറിയാനും, അതുപോലെ തോട്ടക്കാട് മാധവി അമ്മ കൊച്ചിയിലാണ് നേതൃത്വം നൽകിയവരായിട്ട് വന്നേനെ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 39B ആണ്. ആർട്ടിക്കിൾ 39B, അതായത് സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും ഒക്കെ സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാം എന്ന് വിശദീകരിക്കുന്നു. അതായത് രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളും
ഭൗതിക സ്വത്തുക്കളും ഏതെങ്കിലും കുറച്ച് വ്യക്തികളുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ സമൂഹത്തിലെ എല്ലാവരുടെയും നന്മയ്ക്കായി, അതായത് പൊതു നന്മയ്ക്കായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കേണ്ടത് ആരുടെ കടമയാണ്? സർക്കാരിന്റെ കടമയാണ് എന്നും ഈ ഒരു അനുച്ഛേദം വ്യക്തമാക്കുന്നു. ഇത് സോഷ്യലിസ്റ്റ് തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നിർദ്ദേശക തത്വമാണ് എന്നുകൂടി ഓർക്കുക. അപ്പൊ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭാഗം ഏതാ കുട്ടികളെ? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? സംസ്ഥാന നയരൂപീകരണത്തിനുള്ള നിർദ്ദേശക തത്വങ്ങൾ വരുന്നത് ഭരണഘടനയുടെ ഏത് പാർട്ട് അഥവാ ഏത് ഭാഗത്തിലാണ്? താഴെ നിന്ന് കമന്റ് ചെയ്യൂ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നാണ്? ഐറിഷ് ഭരണഘടന, അയർലൻഡിലെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ പറ്റുമോ? പറ്റും, ജസ്റ്റീഷ്യബിൾ ആണ്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല, നോൺ ജസ്റ്റീഷ്യബിൾ ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നോൺ ജസ്റ്റീഷ്യബിൾ ആണ് എന്ന് വ്യക്തമാക്കുന്ന വകുപ്പ് ഏതാ? 37 ആണ്, ആർട്ടിക്കിൾ 37. അപ്പൊ ഈ 39 തന്നെ 39A ഉണ്ട്, ബി, സി, ഡി എന്നിവയുണ്ട്. അപ്പൊ 39A സ്മോൾ എ 39 സ്മോൾ എ എന്താണ്? പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായി ജീവനമാർഗം ഉറപ്പാക്കൽ ആണ് 39A പ്രതിപാദിക്കുന്നത്. 39B പറഞ്ഞു. 39C എന്താ പ്രതിപാദിക്കുന്നത്? സമ്പത്തും ഉൽപാദന ഉപാധികളും ഏതാനും വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് തടയലാണ് 39C. ഇനി 39D എന്താണ് പ്രതിപാദിക്കുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനം, അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. പുരുഷനും സ്ത്രീക്കും തുല്യ വേതനം ഉറപ്പാക്കുന്ന വകുപ്പാണ്. ഇനി 39 ക്യാപിറ്റൽ എ അതെന്താണ്? 39A നിർധനർക്ക് സൗജന്യ നിയമസഹായം, അതായത് ഫ്രീ ലീഗൽ എയ്ഡ് ഉറപ്പാക്കുക. അത് ഏത് വഴിയാ കൂട്ടിച്ചേർത്തതെന്നറിയോ? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 39A കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ സ്ഫടികമണൽ സമ്പന്നമായ ജില്ല ഏതാ? ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലാണ് ഗ്ലാസ് സാൻഡ് അല്ലെങ്കിൽ സിലിക്ക സാൻഡ് സമ്പന്നമായ ജില്ല. അപ്പൊ കേരളത്തില് ഏറ്റവും കൂടുതൽ ഉയർന്ന നിലവാരമുള്ള സ്ഫടിക മണൽ അല്ലെങ്കിൽ സിലിക്ക മണൽ നിക്ഷേപമുള്ളത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. പ്രധാനമായിട്ടും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, അതുപോലെ മുഹമ്മ എന്നീ പ്രദേശങ്ങളിലാണ് വൻതോതിൽ സ്ഫടിക മണൽ കണ്ടുവരുന്നത്. സ്ഫടിക അല്ലെങ്കിൽ ഗ്ലാസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഈ മണല് പ്രധാനമായും ഉപയോഗിക്കുന്നു. ഇനി ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈൽ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, കരിമണലിന്റെ നിക്ഷേപം കൂടുതലായിട്ടും കാണപ്പെടുന്നത് കൊല്ലം ജില്ല അതുപോലെ ആലപ്പുഴ ജില്ല എന്നിവിടങ്ങളിലാണ്. കൊല്ലം ജില്ലയിൽ തന്നെ എവിടെയാണ്? ചവറയിലാണ്. ആലപ്പുഴ ജില്ലയിൽ പുറക്കാട് എന്നീ സ്ഥലങ്ങളിലായിട്ടാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈൽ എന്നീ നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കരിമണലിന്റെ നിക്ഷേപം കാണപ്പെടുന്നത്. ഈ ചവറയിലെ കരിമണൽ ലോക പ്രശസ്തമല്ലേ. ഇനി അതുപോലെ ചൈന ക്ലേ എന്ന് പറയുമ്പോൾ വെളുത്ത കളിമണ്ണാണ്. ഏറ്റവും കൂടുതൽ നിക്ഷേപം ഉള്ളത് തിരുവനന്തപുരം ജില്ല, അതുപോലെ കൊല്ലം ജില്ല എന്നിവിടങ്ങളിലാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയില് കളിമൺ ഫാക്ടറി ഇല്ലേ, സെറാമിക്സ് ഫാക്ടറി, ഇതിന് ഉദാഹരണമാണ്. ഇനി ബോക്സൈറ്റ് എന്നത് അലുമിനിയത്തിന്റെ അയിരാണ്. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ബോക്സൈറ്റ് ഏതിന്റെ അയിരാണ്? അലുമിനിയത്തിന്റെ അയിരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപം ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. കണ്ണൂർ ജില്ലയിലും ഉണ്ട്. ഇരുമ്പയിര് അഥവാ അയൺ ഓർ ഇരുമ്പയിര് നിക്ഷേപം കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഏത് ജില്ലയിലാ? കോഴിക്കോട് ജില്ലയിലാണ്. ഇനി ഗ്രാഫൈറ്റിനെ മലയാളത്തിൽ കരിനാക്കം എന്ന് പറയും. കരിനാക്കം അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് എറണാകുളം ജില്ലയിലെ വാഴക്കുളത്ത് കാണപ്പെടുന്നു. തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഗ്രാഫൈറ്റ് കാണപ്പെടുന്നു. ഇനി ആലപ്പുഴ ജില്ലയെ പറ്റി PSC ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങൾ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കടൽത്തീരമുണ്ടായിട്ടും ഒരു കപ്പൽശാല പോലും ഇല്ലാത്ത തീരദേശ ജില്ല കൂടിയാണ് ആലപ്പുഴ. വനപ്രദേശം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഓക്കെ അല്ലേ?
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ VFA ബെഫ്കോ LD ബാച്ചിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. ഫീസ് 1799 വരുന്നുള്ളൂ. 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. 2 പരീക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ ഒന്നും പുറത്തുനിന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക്, കറണ്ട് അഫയേഴ്സ്, പഴയ CRT, പുതിയ CRT, NCRT ഗൈഡൻസ് ഉള്ള ബാച്ചാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്. ശനി ഞായറും റിവിഷൻ, ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയിലാണ്. കൂടാതെ നമ്മളെ LGSന്റെ പുതിയ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 15 സീറ്റും കൂടെ അതിൽ ബാക്കിയുള്ളൂ. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വാലിഡിറ്റി വരുന്നത് 2027 ഡിസംബർ മാസം 31 വരെ. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഫുൾ സിലബസ് കവറേജ് ആണ്. ഇതിൽ നിങ്ങൾ പുറത്തുനിന്നൊന്നും പഠിക്കേണ്ട. ഞാൻ സർക്കാർ ജോലി നേടിയെടുത്ത വഴികളിലൂടെ നിങ്ങളെയും കറക്റ്റ് ആയിട്ട് നയിക്കാനാണ് എല്ലാ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. LDCയുടെ എക്സിസ്റ്റിംഗ് ബാച്ചിലും കുറച്ച് സീറ്റും കൂടെ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാം. ഇതിലും നിങ്ങൾക്ക് നോട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഹർഷിത എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തേക്കാം. ചെക്ക് ചെയ്തോളാം. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയാലോ. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് മാസം 26 ജനിച്ച നവോത്ഥാന നായകൻ ആര്? VT ആണ്. VT ഭട്ടതിരിപ്പാട്. വെള്ളിത്തിരുത്തി താഴത്തു മനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാടാണ് VT ഭട്ടതിരിപ്പാട്. 1896 മാർച്ച് മാസം 26 മേഴത്തൂർ, അതായത് പഴയ പൊന്നാനി താലൂക്കിലെ മേഴത്തൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. മരണം എന്നായിരുന്നു? 1982 അന്തരിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാന മേഖല നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കും യാഥാസ്ഥിതികത്തിനൊക്കെ എതിരെ പോരാടിയ വിപ്ലവകാരിയാണ്. യോഗക്ഷേമ സഭ, അതാണ് PSC എപ്പോഴും ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. യോഗക്ഷേമ സഭ, അതായത് ഏത് സമുദായത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടിയാണ്? നമ്പൂതിരി സമുദായത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടി രൂപീകരിച്ച യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തകനായിരുന്നു ആര്? VT ഭട്ടതിരിപ്പാട്. ഇതിലൂടെ സമുദായത്തിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അന്തർജനം എന്ന അവസ്ഥക്കെതിരെ പോരാടിയ വ്യക്തി കൂടിയാണ്. നമ്പൂതിരി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി. നമ്പൂതിരി യുവജന സംഘം രൂപീകരിച്ചതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി VT ഭട്ടതിരിപ്പാട്. ഈ നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രം ഏതായിരുന്നു? ഉണ്ണി നമ്പൂതിരി എന്നതായിരുന്നു മുഖപത്രം. 1931 ബെഗിംഗ് മാർച്ച് അഥവാ യാചനായാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. ഈ യാചനായാത്രയാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ഫണ്ട് ശേഖരണ യാത്ര. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ആയിരുന്നു ഈ ഒരു യാത്ര. ഇതിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു യാത്ര സംഘടിപ്പിച്ചത്. ഇനി പ്രശസ്തമായ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് ഓർക്കുക. ഓക്കെ, ബ്രാഹ്മണരെ സാധാരണ മനുഷ്യരാക്കി മാറ്റുക എന്നത്. ഇനി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വർഷം 1929, അതായത് മലയാള നാടക ചരിത്രത്തിലും സാമൂഹിക ചരിത്രത്തിലും വിപ്ലവം സൃഷ്ടിച്ച നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അടുക്കള അതായത് നമ്പൂതിരി സ്ത്രീകളുടെ ദുരവസ്ഥയും അന്തർജനങ്ങളുടെ കഷ്ടപ്പാടും ഒക്കെ തുറന്നു കാട്ടിയ ഈ ഒരു നാടകം പിന്നീട് സമുദായത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? കണ്ണീരും കിനാവും എന്നതാണ് VTയുടെ ആത്മകഥ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ആത്മകഥയാണ്. കർമ്മവിഭാഗം PSC PYQ ആണ്. കർമ്മവിഭാഗം എന്നതും ഇദ്ദേഹത്തിന്റെ കൃതിയാണ്, പ്രധാനപ്പെട്ട കൃതിയാണ്. ഇനി ഓപ്ഷൻ C കൂടെ നമുക്ക് നോക്കാം. K കേളപ്പൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന K കേളപ്പൻ. ഇദ്ദേഹം നയിച്ച പ്രധാനപ്പെട്ട സമരമാണ് ഉപ്പ് സത്യാഗ്രഹം. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? K കേളപ്പൻ. വർഷം 1930. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തിയാണ് K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം 31-32 കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാര സമരം അനുഷ്ഠിച്ച വ്യക്തിയാണ്. പിന്നീട് ഗാന്ധിജിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇദ്ദേഹം നിരാഹാരം അവസാനിപ്പിച്ചത്. കൂടാതെ
വൈക്കം സത്യാഗ്രഹത്തിൽ വടക്കൻ കേരളത്തിൽ നിന്നും സമാനമായ ജാഥ, ഈ സവർണ ജാഥ പോലെ സമാനമായ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? കെ കേളപ്പനാണ്. നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കെ കേളപ്പൻ. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഇനി മക്തി തങ്ങൾ, സനാനുള്ള മക്തി തങ്ങൾ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അറബി മലയാളം പരിഷ്കരണത്തിന് വലിയ സംഭാവന നൽകി. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി PSC ചോദിച്ചിട്ടുണ്ട്. കഠോര കുഠാരം ആരുടെ കൃതിയാണ്? മക്തി തങ്ങൾ. PSC PYQ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? പാലിയം സത്യാഗ്രഹമാണ്. അപ്പൊ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? 5 തവണയാണ് ഇദ്ദേഹം കേരളം സന്ദർശിച്ചത്. 1920 ആദ്യത്തെ സന്ദർശനം, 1937 അവസാനത്തെ സന്ദർശനം. 1947-48 കാലഘട്ടത്തിലാണ് ഏത് സത്യാഗ്രഹം നടക്കുന്നത്? പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. അതുകൊണ്ട് പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഗാന്ധിജി കേരളത്തിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കേരള സന്ദർശനവുമായിട്ട് ഈ ഒരു സത്യാഗ്രഹത്തിന് ബന്ധം ഇല്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കേരള സന്ദർശനം 1920 പറഞ്ഞു. ഓഗസ്റ്റ് മാസം 18. എന്തിനെ തുടർന്നാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും നിസ്സഹരണ സമരത്തിന്റെയും പ്രചരണാർത്ഥമാണ് ഇദ്ദേഹം കോഴിക്കോട് സന്ദർശിച്ചത്. അതാണ് ഓപ്ഷൻ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കേരള സന്ദർശനം 1925 മാർച്ചിലാണ്. അതായത് വൈക്കം സത്യാഗ്രഹം, ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനും പ്രശ്ന പരിഹാരത്തിനും വേണ്ടിയിട്ട്. അതാണ് ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് ഇദ്ദേഹം കേരളം സന്ദർശിച്ചപ്പോഴാണ് ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയത് എന്നുകൂടി ഓർക്കുക. ഇനി മൂന്നാമത്തെ സന്ദർശനം 1927 ഒക്ടോബർ മാസം ഖാദി പ്രചരണത്തിനും സ്വാതന്ത്ര്യ സമര നിധി ശേഖരണത്തിനും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കേരളം സന്ദർശിച്ചത്. അടുത്തത് വന്നത് 1934 ഐത്തോച്ചാടന പ്രവർത്തനങ്ങൾക്കും ഹരിജൻ ധനസമാഹരണം, ഹരിജൻ ഫണ്ട് രൂപീകരണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കേരളത്തിൽ എത്തിയത്. ഓക്കെ, ഈ യാത്രയിലാണ് വടകരയിൽ വെച്ച് കൗമുദി ടീച്ചർ തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് ദാനം ചെയ്തത് എന്നോർക്കുക. അഞ്ചാമത്തെ കേരള സന്ദർശനം 1937 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എത്തിയത്. തിരുവിതാംകൂറിലെ ആ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഇദ്ദേഹം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് എന്നുകൂടി ഓർക്കുക. ഇനി പാലിയം സത്യാഗ്രഹം എന്നെടുത്താൽ 1947-48 കാലഘട്ടത്തിൽ കൊച്ചിയിലെ പാലിയം കൊട്ടാരത്തിന് മുന്നിലുള്ള പൊതുവഴിയിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം. ഈ സമരത്തിലെ രക്തസാക്ഷി ആരാണ്? AG വേലായുധൻ ആണ്. AG വേലായുധൻ ഓർക്കുക. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായിട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന നോക്കിക്കേ. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് 1809 കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് ആരുടെ ജനനം? വൈകുണ്ഠ സ്വാമികളുടെ ജനനം. ഇവിടെ ചോദ്യത്തിൽ 1908 എന്നാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തെറ്റാണ്. കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളുമാണ്. അപ്പൊ ആ പ്രസ്താവന പാടെ തെറ്റാണ്. അടുത്ത് നോക്കിക്കേ, അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. വെരി കറക്റ്റ്. അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ആത്മീയ പാതയും ഒക്കെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അയ്യാവഴി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അരുൾനൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. ശരിയാണ്. അയ്യാവഴിയുടെ പ്രധാന വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അരുൾനൂൽ. കറക്റ്റ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശരിയാണ്. 1836 സ്വാമിത്തോപ്പിൽ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി വിഗ്രഹാരാധനയെ എതിർത്തു. അപ്പൊ ഏതൊക്കെയാണ് ശരി? രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം ജനിച്ചത് 1809 കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പ് എന്ന് വിളിക്കുന്ന ശാസ്താംകോവിൽ ഗ്രാമത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്?
മുത്തുക്കുട്ടി എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. എന്നാൽ ഉയർന്ന ജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് മാതാപിതാക്കൾ ഇദ്ദേഹത്തിന് മുടിചൂടും പെരുമാൾ എന്ന പേരിട്ടു. പിന്നീട് ഈ പേരും മാറ്റേണ്ടി വന്നു. കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ജനിച്ച നവോത്ഥാന നായകൻ എന്ന് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് വൈകുണ്ഠസ്വാമികൾ. ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ് സമത്വ സമാജം. വർഷം 1836. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന ഏതാണ്? സമത്വ സമാജമാണ് സ്ഥാപിച്ചത്. വൈകുണ്ഠസ്വാമികൾ ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിച്ചിരുത്താൻ സഹായിച്ച സംഘടന കൂടിയാണ് സമത്വ സമാജം. തൂവയൽ പന്തി കൂട്ടായ്മ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടാൻ ആരംഭിച്ച കൂട്ടായ്മയാണ് തൂവയൽ പന്തി കൂട്ടായ്മ. കൂടാതെ സമപന്തി ഭോജനം നടത്തിയതും സംഘടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. മുന്തിരിക്കിണർ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് പൊതുകിണറുകളിൽ നിന്നും വെള്ളം നിഷേധിച്ച കാലത്ത് സ്വാമിത്തോപ്പിൽ ഇദ്ദേഹം നിർമ്മിച്ച ഒരു പൊതുകിണറാണ് മുന്തിരിക്കിണർ ഓർക്കുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ രാജഭരണത്തെ മെയിനായിട്ടും സ്വാതി തിരുനാളിന്റെ കാലമായിരുന്നേ, അത് അനന്തപുരിയിലെ കരിനീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ഇങ്ങനെ വിശേഷിപ്പിച്ചതിനെ തുടർന്ന് സ്വാതി തിരുനാൾ മഹാരാജാവ് ശിങ്കാരത്തോപ്പ് ജയിലിൽ ഇദ്ദേഹത്തെ അടച്ചിട്ടും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട് അമ്മാനെ, PSC PYQ ആണ്. അഖിലത്തിരുട്ട് അമ്മാനെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അരുൾനൂൽ ഇദ്ദേഹത്തിന്റെ രചനയാണ്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. ഇദ്ദേഹം സ്ഥാപിച്ച ആരാധനാ കേന്ദ്രങ്ങൾ നിഴൽ താങ്കൾ അല്ലെങ്കിൽ പതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിഗ്രഹങ്ങൾക്ക് പകരം കണ്ണാടി പ്രതിഷ്ഠിച്ചു. അതായത് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ രൂപത്തിനെ തന്നെയല്ലേ കാണുന്നത്. അതായത് ദൈവം നിന്നിൽ തന്നെയാണ് എന്ന തത്വമാണ് അദ്ദേഹം പഠിപ്പിച്ചത്. കൂടാതെ ഇതിനു മുന്നിൽ ഒരു നിത്യ വിളക്കും ഉണ്ടാകും. അനുയായികൾ അദ്ദേഹത്തെ ബഹുമാനത്തോടെ വിളിച്ചത് എന്താണ്? അയ്യാ എന്നാണ് വിളിച്ചത്. അയ്യാ വൈകുണ്ഠർ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. 1836 സ്വാമിത്തോപ്പ്. പിന്നീട് പ്രശസ്തമായിട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. അതെവിടെയായിരുന്നു? 1927 കളവങ്കോടം ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു പിന്നീട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് മാക്സിമം ഫാക്ട്സ് ഇതുപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ് ഇരുന്ന് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ആപ്പിലെ എല്ലാ കോഴ്സിലും PYQ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. സെറ്റ് അല്ലേ? ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.